ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിൽ അക്വ ഇടാൻ പോവാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന അക്വ, മിസ്റ്റർ അക്വ മാസ് എന്ന് പറഞ്ഞിട്ട് 9 ലിറ്റർ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. വരൂ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് TDS നോക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പിന്നെയാണ് മെഷീൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് TDS ചെക്ക് ചെയ്യുന്ന മെഷീൻ. ഫസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ട് ഇതിൽ ചെറിയ ബോക്സ് ഉണ്ടാവും. ഇതിൽ ഫുള്ളും വെള്ളം പിടിക്കും. എന്നിട്ട് ഇത് അതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ കാണിക്കും. നോക്കിച്ചാൽ നമുക്ക് 328 കാണിക്കുന്നുണ്ട്. ഇത് നോർമലാണ്. എന്നാലും നമ്മൾ ഈ അക്വ വരുമ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ മാഗ്നീഷ്യൻസ് ഒന്നും കട്ടാവില്ല. TDS മാത്രമാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൂ. ഈ ആരോ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നീഷ്യൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മെഷീന് തുറന്ന് നോക്കാം കേട്ടോ. അതിപ്പോൾ എങ്ങനെയുണ്ട് മെഷീന്? ഇതാണ് പാക്കിങ്ങിൽ, നീറ്റായ പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് തുറന്നിട്ട് ഇതാണ് മെഷീൻ്റെ ഫ്രണ്ടേജ്. ഓക്കെ, ഇപ്പോൾ അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഈ ടാങ്ക് വന്ന് നമുക്ക് റിമൂവബിൾ ടാങ്ക് ആട്ടോ. നമുക്ക് വേണമെച്ചാൽ ടാങ്ക് തനിയെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് ഇതിലുള്ളത്. മറ്റേ ടാങ്കുകൾ പോലെ കണ്ടില്ലേ, ഇത് അഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ ഫസ്റ്റ് ആ വീട്ടിലെ കിച്ചണിൽ ലൈൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. ഇപ്പോൾ ഇത് മോൾഡിംഗ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം നമ്മളൊരു തെറ്റ് ചെയ്യും. മോൾഡിംഗ് ലൈൻ കൊടുക്കുമ്പോൾ ഏത് വഴിയാണ് പൈപ്പ് പോയതെന്ന് നമുക്കറിയില്ല. സോ അത് മുമ്പേ ചെക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ഇവർ സ്ക്രൂ ചെയ്യുമ്പോൾ ഇവർക്ക് അറിയില്ല. ഒക്കെ കൺസീൽഡ് ആണെന്ന് വെച്ചാൽ ഇവർ സ്ക്രൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൈപ്പ് ഡാമേജ് ആവാൻ വഴിയുണ്ട്. സോ നമ്മൾ അത് ഫസ്റ്റേ ക്ലിയർ ആയിട്ട് പൈപ്പ് ഇങ്ങനെയാണോ പോയിരിക്കുന്നത് ഇല്ല സൈഡിൽ കൂടെയാണോ വന്നിരിക്കുന്നത് നോക്കി അവർക്ക് പറയണം. അപ്പോൾ അവർ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അടിക്കും ഫസ്റ്റ്. പിന്നെ അതിൻ്റെ പവർ സോഴ്സ് നമ്മൾ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇതിലാണ് നമ്മൾ ആ ടാങ്ക് ഫിക്സ് ചെയ്യാൻ പോണത്. നമ്മൾ ലൈൻ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ടെഫ്ലോൺ അടിച്ചിട്ട് ഇതിപ്പോൾ ഇൻലെറ്റ് ആണ്, മെഷീനിലേക്കുള്ള ഇൻലെറ്റ് വാൾവാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രീ ഫിൽട്ടർ. നമ്മുടെ ടാങ്കിലേക്ക് പോകുന്ന വെള്ളം ഫസ്റ്റ് ഇതിലേക്ക് വന്ന് ആ ഡസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയാണ് ഇതിലേക്ക് പോവുക. ഇതിൽ ഒരുവിധ ക്ലിയർ ആവില്ല. ജസ്റ്റ് ഡസ്റ്റും ആ മണലിൻ്റെ തരികളുണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യാനുള്ള ഫിൽറ്ററാണ് ഇത് പ്രീ ഫിൽട്ടർ. അപ്പോൾ ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒരു ഇൻലെറ്റ് അകത്തേക്ക് വെള്ളം പോകാനുള്ളതും പിന്നെ ഒരു ഔട്ട്ലെറ്റ്. ഇത് നമുക്ക് വെള്ളം നമ്മുടെ ഫിൽറ്ററിലേക്ക്, ഫിൽട്ടർ മെഷീനിലേക്ക് പോകാനുള്ളതാണ്. വെള്ളം നേരെ ഇതിൻ്റെ അകത്തേക്ക് വന്ന ശേഷം ഫിൽട്ടറായി പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ക്ലീൻ ആയിട്ട് പോകും. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ആ ഫിൽട്ടർ. ഫിക്സ് ചെയ്തു. പേർക്കൊരു സംശയം ഉണ്ടാവും, നമ്മളിതിൽ ഫിൽറ്റർ ഇട്ടു ജസ്റ്റ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോണ വെള്ളം തന്നെയാണല്ലോ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയല്ല. അത് ഈ ക്യാപ്പില്ലേ, ഈ ക്യാപ്പിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ് നോക്കിച്ചത്, ഈ സാധനമല്ലേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം വന്ന് ഈ ഹോൾസ് വഴി ലോക്കാവും. ഇതിൻ്റെ അകത്ത് ലോക്കാവും. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയി ഇതിൻ്റെ പുറത്തേക്കാണ് ഫിൽറ്ററായിട്ട് വെള്ളം വരിക. അത് വരണത് നോക്കിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് റിട്ടേൺ ആവില്ല. ഈ വഴി, ഈ ഹോൾസ് വഴിയാണ് നമുക്ക് പുറത്തേക്ക് വരിക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. സോ ഇത് വന്നിട്ട് ഉള്ളിലേക്ക് പോകാനുള്ളതും എന്നിട്ട് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഫിൽറ്ററായി ഈ വെള്ളം സൈഡിൽ കൂടെ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മളിവിടെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് പ്രീ ഫിൽറ്റർ കേട്ടോ. പ്രീ ഫിൽറ്റർ ഫിറ്റ് ചെയ്തു. അപ്പം അതിലേക്കുള്ള ഇൻലെറ്റ് ആണത്. അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ആ ലെങ്ത്തിന് കട്ട് ചെയ്യും. മെയിൻ ആ പ്രീ ഫിൽറ്ററിലേക്കുള്ള വെള്ളം ഉള്ളിലേക്ക് പോവും. അപ്പോൾ അവിടെ നിന്നുള്ള ഔട്ട്ലെറ്റ് ആണത്. ഇത് മെഷീനിലേക്ക് എത്ര വേണം നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്യും. ഫസ്റ്റ് വെള്ളം വരേണ്ടതെന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്രീ ഫിൽറ്ററിൽ നിന്ന് വെള്ളം ഔട്ട് ആവുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഔട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇനി മെഷീൻ ഫിക്സ് ചെയ്യാം. മെഷീനിലുള്ള
ഫിൽറ്ററുകളൊക്കെ ഒന്ന് ഫ്ലഷ് ചെയ്യാൻ പോവാണ്. നോക്കാം. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. നോർമലായിട്ട് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യാണ്. പക്ഷെ നമ്മൾ വന്നിട്ട് ഈ മെഷീൻ്റെ എല്ലാ ഫിൽറ്ററുകളും ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്യണം. അപ്പോഴാണ് പ്രോപ്പറായിട്ട് അതിൽ വെള്ളം ഔട്ട് ആവുണ്ടോ എന്താന്നുള്ളത് നമുക്കറിയും. ഓക്കെ, അപ്പോൾ ഫ്ലഷ് ചെയ്തു. ഇതെന്താ കാരണം നമ്മൾ ഫ്ലഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുതിയതല്ലേ, അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ടാവും. ഇത് വെള്ളം വൺസ് അകത്ത് പോയി ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ എല്ലാം ആക്ടിവേറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലഷ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മൾ മെമ്മറിൻ ഫിറ്റ് ചെയ്യാൻ പോകട്ടെ. ഇതാണ് മെയിൻ നമുക്കുള്ളത്. തുറന്നു. അതിനുശേഷം എന്താ, ഇതാണ് മെമ്മറി. ഇത് കുറച്ച് കോസ്റ്റ്ലി ആട്ടോ. സോ നമ്മൾ ക്ലീൻ ചെയ്യണോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഊരി അഴിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ മെമ്മറിൻ ഫിറ്റ് ചെയ്തു കേട്ടോ. നമ്മള് ഇപ്പൊ നമ്മുടെ ടാങ്ക് ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഫിറ്റായി. ഇത് ഭയങ്കര ഈസി ആട്ടോ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ നമുക്ക്. നമ്മൾ മെഷീൻ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ കേബിൾ കറക്റ്റ് അളന്ന് പവർ കൊടുത്തു. നമുക്ക് ഇവിടെ തന്നെ പവർ കൊടുത്തുകൊണ്ട് പ്രശ്നം തീർന്നു. നമ്മൾ മുകളിലുള്ള പവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, താഴെ തന്നെ പവർ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റും കൊടുക്കണം. നോക്കാം. ഇപ്പൊ നമ്മുടെ മെഷീന്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ പ്രീ ഫിൽറ്റർ ഉണ്ട്. ഇതൊന്ന് വെള്ളം ഇന്നായി ഇതിലേക്ക് പോവും. ഇന്ന് ഔട്ട്. ഇതാണ് ഔട്ട്ലെറ്റ്. നമുക്ക് ആ വേസ്റ്റ് വെള്ളമൊക്കെ പോകാനുള്ളത് അത് വാഷ് ബേസിലേക്ക് തന്നെ കൊടുത്തു. നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓണായി. ഇതിന്റെ എല്ലാ ഉള്ളിലുള്ള ഫിൽറ്ററുകൾക്കൊക്കെ വെള്ളം പോയ ശേഷമാണ് നമുക്കിതിൽ വരുള്ളൂ ഔട്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ. ഇത് നോക്കിച്ചാൽ സിൽവർ അയണ് ശേഷമാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇതുപോലെയല്ല ഫിൽറ്റർ ഉണ്ടായത്. ഈ വെള്ളം വന്ന് നമുക്കൊരു 9 ദിവസം വரைക്കും വെച്ചിരുന്ന് കുടിക്കാം. ഇപ്പൊ നമ്മുടെ ആരോ വാട്ടർ ഫുള്ളും ഫില്ലായിട്ടോ. ഇതിൽ കണ്ടില്ലേ, ഫുള്ളും ഫില്ലായി കഴിഞ്ഞു. വൺസ് ഫസ്റ്റ് മാത്രം നമ്മളിത് ഫുള്ള് ചെയ്തിട്ട് ഇത് വേസ്റ്റ് ചെയ്ത് കളയണം. ഇപ്പൊ ഗ്രീൻ ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് റെഡായി, ഒന്നും കാണിക്കില്ല ഇൻഡിക്കേഷൻ. അപ്പൊ ഇത് ടാങ്ക് ഫുള്ളായി നടത്തും. ഇത് നമ്മൾ എംപ്റ്റി ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് മൊത്തം എംപ്റ്റി ആക്കിയ ശേഷം ഒന്നും കൂടി വെള്ളം പിടിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ വീണ്ടും വെള്ളം പിടിച്ച് ഒന്നും കൂടി TDS ലെവൽ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ആദ്യം 300 സംതിങ് ആണ് കാണിച്ചത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ആ കപ്പിൽ വെള്ളം പിടിച്ച് പിന്നെയും TDS ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, വെറും 34 ഉള്ളൂ. സോ TDS ലെവൽ നല്ലോണം നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആരൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് കവറൊക്കെ ഇട്ട് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ആരോ ഫിറ്റ് ചെയ്തത് നമ്മുടെ ഈരോട് CS എന്റർപ്രൈസസ് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അനിയൻ എല്ലാമാണ്, ശ്രീജി. അപ്പോൾ ഈരോഡിൽ നിന്ന് നമ്മുടെ പാലക്കാട് വരയ്ക്കും വന്ന് ഇത് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. പ്രൈസ് വളരെ റീസണബിൾ ആണ്. എവിടെ വേണച്ചാലും വന്ന് ഫിറ്റ് ചെയ്ത് തരും, പാൻ ഇന്ത്യ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.